അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. IPS2 വഹിബുൽ ഇസ്ലാം മാർച്ച് 2024 ആനുവൽ എക്സാം പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് തആല നല്ല രീതിയിൽ മനസ്സിലാക്കുവാനും പഠിക്കുവാനും പരീക്ഷ എഴുതുവാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. രണ്ട് രീതിയിലാണ് IPS2 വഹിബുൽ ഇസ്ലാം പരീക്ഷ വരുന്നത്. ഒന്ന് റിട്ടൺ ആയിട്ടും പിന്നെ ഓറലായിട്ടും. ആദ്യ ഭാഗത്ത് റിട്ടൺ എക്സാമിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒന്ന് നുലാഹിൽ മുനുറത്തിപ്പ് അല്ലേ. ഇവിടെ 8 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രങ്ങളിലൊക്കെ എന്താ ചെയ്യുന്നത്? ഒരു കുഞ്ഞുമോനെ നിസ്കരിക്കുകയാണ് അല്ലേ. നിസ്കരിക്കുന്നതിൻ്റെ ഒരുപാട് ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ചിത്രങ്ങളൊന്നും കൊടുത്തിട്ടുള്ളത് ഓർഡറിലല്ല, കലബിലയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ എന്താക്കണം? ഓർഡറിലാക്കി എടുക്കണം. ഒന്നാമത്തേത് ഏതാണ്, രണ്ടാമത്തേത് ഏതാണ് എന്നെല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് നമുക്ക് ചെയ്യാനുള്ള ടാസ്ക്. ഇതിൻ്റെ ഉത്തരം എഴുതുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ പാഠത്തിലേക്ക് ഒന്ന് പോകാം കേട്ടോ. പേജ് നമ്പർ 33 ഈ പാഠത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. നോക്ക് നിങ്ങൾ. ഒന്നാമത്തത് എന്താ? 2 കൈ ഉയർത്തിയിട്ട് അല്ലാഹു അക്ബർ പറയുന്ന ചിത്രമാണ് അല്ലേ. രണ്ടാമത്തതോ ഫാത്തിഹ ഓതാണ് അല്ലേ. മൂന്നാമത്തത് റുകൂ ചെയ്തിട്ട് സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി എന്ന് ചൊല്ലാണ്. പിന്നെ റബ്ബനാ ലകൽ ഹംദു മില്ലസ് സമവാതി അത് ചൊല്ലാണ് അല്ലേ. പിന്നെ റുകൂവിൽ നിന്ന് നേരെ എണീച്ച് നിന്നിട്ട് ചൊല്ലുന്നത്. പിന്നെന്താണ്? സുജൂദ് ചെയ്യാണ്, സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി എന്ന് ചൊല്ലിയിട്ട്. പിന്നെ റബ്ബി ഗഫിർലി റഹ്മനി എന്ന് ചൊല്ലുന്ന പിന്നെ അത്തഹിയാത്ത് അല്ലേ. പിന്നെ സലാം വീട്ടൽ, പിന്നെ ദുആ, പിന്നെ നമ്മൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്നൊക്കെ ചൊല്ലൽ. ഓക്കെ. ഇവിടെ കൊടുത്തിട്ടുള്ള ചിത്രം കണ്ടില്ലേ? ഇത് എല്ലാവരും കൂടിയിട്ട് ഒന്നിച്ച് നിസ്കരിക്കുന്ന ജമാഅത്ത് നിസ്കാരത്തിൻ്റെ ഫോട്ടോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഉത്തരം കണ്ടെത്തി. എങ്ങനെയാണ് ഇതിൻ്റെ ഓർഡർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ചോദ്യം നോക്കിയിട്ട് അത് കറക്റ്റ് ആക്കണം. അപ്പോൾ ഇതിൽ ഏതാണോ ഒന്നാമത്തത് അല്ലാഹു അക്ബർ പറയുന്നത്? ഇവിടെ കണ്ടോ? ഇതാണോ? അല്ല, ഇത് സുജൂദാണല്ലേ. ഇതാണല്ലേ. ഇതിന് നമ്മൾ എന്താക്കാം? 1 ഇട്ട് കൊടുക്കാം. പിന്നെ ഏതാണ്? ഇത് കഴിഞ്ഞാൽ ഏതാ? കൈകെട്ട ഫാത്തിഹ അല്ലേ. അതേതാ ഇവിടെ അല്ലേ? ഇതാണല്ലേ. കണ്ടില്ല ഇവിടെ? അതിൻ്റെ നേരെ ചുവടെ തന്നെ ഉണ്ട്. പിന്നെ ഏതാണ്? ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ റുക്കൂ ചെയ്തിട്ട് സുബ്ഹാനല്ലാഹ് ചൊല്ലല്ലേ. നോക്കാം. റുക്കൂ ചെയ്യുന്ന ചിത്രം ഏതേ? ഇതില്ലല്ലോ. ഇവിടെ ഉണ്ടല്ലേ. കണ്ടില്ലേ നിങ്ങൾ? 3. ഓക്കെ. നാലാമത്തേത് ഏതാ അറിയാം? നാലാമത്തേത് ഏതാ? എഴുന്നേറ്റ് നിൽക്കുക അല്ലേ. റുക്കു കഴിഞ്ഞാൽ നേരെ എഴുന്നേറ്റ് നിൽക്കണം. ഓക്കെ. അതെവിടെയുള്ളത്? റുക്കുവിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. എളുപ്പമാണ്. ഇനി എന്താ? സമീഅല്ലാഹു ലിമൻ ഹമിദ കഴിഞ്ഞാൽ സുജൂദ് ചെയ്യണം അല്ലേ. സുജൂദ് ചെയ്യുന്ന ചിത്രം ഇവിടെ ഇതാണല്ലേ. എഴുന്നേറ്റ് നിന്ന് നേരെ സുജൂദ് ചെയ്യും. സുബ്ഹാന റബ്ബിൽ അഅ്ല വബിഹംദിഹി ചൊല്ലണം. അപ്പോൾ ഇതാണ് അടുത്തത്. അപ്പോൾ 4 കഴിഞ്ഞാൽ 5 സുജൂദ്. ഓക്കെ. ഇനി സുജൂദ് കഴിഞ്ഞാൽ എന്താണ്? സുജൂദ് കഴിഞ്ഞാൽ ഇടയിലിരുത്തം അല്ലേ. ഇരിക്കുക. എഴുന്നേറ്റ് റബ്ബി ഗഫിർലി റഹ്മനി എന്ന് ചൊല്ലാം. നോക്കാം. ഏതാണത്? ഇവിടെ ഉണ്ടല്ലേ. അത് എത്രാമത്തെയാ? 6. പിന്നെ ഏതാ നോക്കാം. ഇതാണ് കേട്ടോ 6. രണ്ടും ഇരിക്കുന്നുണ്ട്. പക്ഷേ ഒരാളുടെ കൈ നേരെ ആക്കിയില്ല. കൈ നേരെ ആക്കിയാൽ അത് അത്തഹിയാത്താന്ന് പറയും. കൈയിൻ്റെ വിരൽ ഇങ്ങനെ പൊന്തിച്ച് പിടിക്കുന്ന ചിത്രം കണ്ടെങ്കിൽ അതിന് അത്തഹിയാത്ത് എന്ന് അറിയും. ഇവിടെ കൈയിൻ്റെ വിരൽ പൊന്തിച്ച് പിടിച്ചിട്ടില്ല. മനസ്സിലായോ? അതിവിടെ നമുക്ക് കാണാം. ഈ ചിത്രത്തിൽ കണ്ടില്ലേ? കൈയിൻ്റെ വിരൽ ഉയർത്തിയില്ല. അപ്പോൾ ഇതാണ് ഇതിനോട് സെയിം ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് 6 എന്ന് കൊടുത്തിട്ടുള്ളത്. ഇനി ഏതാ? ഇടയിൽ ഇരുത്തം കഴിഞ്ഞാൽ പിന്നെ അത്തഹിയാത്താണ് അല്ലേ. അത്തഹിയാത്ത് ഏതാ? കൈ വിരൽ പൊന്തിച്ച ചിത്രം. ഓക്കെ. അതിന് 7 എന്ന് കൊടുക്കാം. ഓക്കെ. അതിന് 7 എന്ന് കൊടുത്തു. ഇനി ലാസ്റ്റത്തത് സലാം വിട്ടൽ അല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മൾ 8 എന്ന് കൊടുക്കും. ഓക്കെ. 2 നുറാജി വനസിൽ താഴെക്കെടുത്തിട്ടുള്ള കാര്യങ്ങൾ എന്താക്കുക? ബോക്സുകൾ മാച്ച് ചെയ്യുക. ഒന്നാമത്തത് ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. ഒന്നാമത്തെ ചോദ്യം എന്താ? അയ്യുൽ അമലി അഹബു ഇലല്ലാഹ്. അതിന് ബാക്കി ഇവിടെ ഉണ്ട്. അത് എന്താക്കിയിട്ടുണ്ട്? മാച്ച് ചെയ്തിട്ടുണ്ട്. 2 ഇന്നൽ മുബദ്ദിരീന. അതിൻ്റെ ബാക്കി ഇവിടെ ഉണ്ട്. അത് നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ 3 അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ. അത് ഇപ്പുറത്തുണ്ട്. അതിൻ്റെ ബാക്കി അത് നമ്മൾ കണ്ടുപിടിക്കണം. 4 അല്ലാഹു മഫ്തഹ്ലി. അത് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ എവിടെയോ ഉണ്ട്. 5 വദഅവനു അല ഡാഷ്. അതെന്താക്കണം? നമ്മൾ മാച്ച് ചെയ്യണം. നമുക്ക് ഓരോന്നിൻ്റെ പാഠം നോക്കിയിട്ട് പഠിക്കാം ഏതാണ് അതിൻ്റെ ശരിയായ കാര്യം എന്നുള്ളത്. അപ്പോൾ 31 പിന്നെ ഒന്നാമത്തതിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിലും ആ പാഠം നമുക്ക് എന്താക്കുക? ഒന്ന് മനസ്സിലാക്കി വെക്കാം. ആ പാഠത്തിലേക്ക് പോകട്ടോ. പേജ് നമ്പർ 31 ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയങ്കരമായ അമൽ ഏത്? ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അസ്സലാത്തു അല വഖ്തിഹാ. നിസ്കാരം അതിൻ്റെ സമയത്ത് നിസ്കരിക്കലാണ്, അതാ ആയിട്ട് നിസ്കരിക്കലാണ്.
കള നഷ്ടപ്പെടാത്ത രീതിയിൽ സമയം കഴിയുന്നതിന് മുമ്പ് നിസ്കരിക്കണം. ഓക്കെ, അതാണ് ഇതിനുത്തരം. അപ്പോൾ ആ പാഠം നമ്മൾ പഠിച്ചില്ലേ? ഓക്കെ, അവിടെ ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ അലഖ്, അത് നമ്മൾ ഓതി പഠിക്കണം കേട്ടോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്നൽ മുബദ്ദരീന, അതിന് ബാക്കി പേജ് നമ്പർ 61 കേട്ടുള്ളത്. പേജ് നമ്പർ 61 എടുത്തോക്കെ, എടുത്തെല്ലാവരും. ഓക്കെ, ധൂർത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന പാഠത്തിലുള്ള ഒരു പോയിൻ്റാണത്. ഇസ്രാഫിനെ കുറിച്ചിട്ടുള്ള പാഠമാണ്. ആ പാഠത്തിലാണ് ഈ ഒരു പോയിൻ്റ് വരുന്നത്. നോക്കുക, ഇസ്രാഫിൻ്റെ ചിത്രങ്ങൾ കണ്ടില്ലേ? ഇതെല്ലാം ഇസ്രാഫിൻ്റെ ചിത്രങ്ങളല്ല കേട്ടോ. ഇതൊന്നും പിന്നെ തീരെ പട്ടിണി കിടക്കുന്ന, തിന്നാനും കുടിക്കാനും ഒന്നും ഇല്ലാത്ത പാവപ്പെട്ട ആളുകൾ പിന്നെ ജീവിക്കുന്നതിൻ്റെ ഫോട്ടോസാണിത്. അതേസമയം തൊട്ടപ്പുറത്ത് ഓവറായിട്ട് ഭക്ഷണമായാലും മറ്റുള്ള വസ്തുക്കളായാലും ഓവറായിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ ചിത്രങ്ങളാണിത്. അപ്പോൾ നമ്മളിപ്പോൾ കല്യാണപ്പുരയിലൊക്കെ പോയാൽ നമ്മൾ ഭക്ഷണം എടുക്കുന്ന സമയത്ത് ഒരുപാട് ഭക്ഷണം എടുത്തിട്ട് വേസ്റ്റ് ആക്കൽ കാണുന്നതന്നെ വലിയ ആളുകളൊക്കെ ചെയ്യുന്നത് കാണാം നിങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ എന്താണ്, തെറ്റാണ്. നമ്മളെ വീട്ടിലായാൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ പൈപ്പൊക്കെ തുറന്നാൽ ഒരുപാട് വെള്ളം പോക്കലുണ്ട് അല്ലേ? നമ്മൾ ആവശ്യം കഴിഞ്ഞാലും നമ്മൾ വെള്ളം പിന്നെ വേസ്റ്റ് ആക്കലുണ്ട്. ആ വേസ്റ്റ് ആക്കുന്നതിനൊക്കെ ഭയങ്കര കുറ്റമാണ്. അതാണ് ഇസ്രാഫ് എന്ന് പറയുന്നത്. നമ്മൾ ആവശ്യത്തിന് അപ്പുറം യൂസ് ചെയ്യുക, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാം, ഓവറാക്കി ചെയ്യാം, അതിനാണ് ഇസ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ടാപ്പ് തുറന്നിട്ടിട്ട് വെള്ളം ഇങ്ങനെ മറിയുന്നതാണല്ലേ? വെള്ളം പിന്നെ ആ പാത്രത്തിൽ നിറഞ്ഞിട്ടും പിന്നെയും അത് കൂട്ടാതെ നിൽക്കുകയാണ്. അതേപോലെ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ സംഭവിക്കാറുണ്ടാവും. നമ്മളത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത് കണ്ടില്ലേ, ഒരുപാട് ഫുഡ് എടുത്ത് വെക്കും, എന്നിട്ടോ കുറച്ച് കഴിച്ചിട്ട് ബാക്കിയൊക്കെ വേസ്റ്റിലിടും. അതും തെറ്റാണ്, അതും ഇസ്രാഫാണ്. ഇവിടെ കണ്ടില്ലേ, ആവശ്യത്തിലധികം ആഭരണങ്ങൾ ധരിക്കുക. ഇവിടെ കണ്ടില്ലേ, ഒരാൾക്ക് തിന്നാൻ കഴിയുന്നതിനപ്പുറമുള്ള ഫുഡ് എടുത്ത് വെച്ച്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരെന്താക്കേണ്ട, ഇങ്ങനെ പട്ടിണി കിടക്കുന്നുണ്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓർമ്മിക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാ കാര്യത്തിലും ശ്രദ്ധ വേണം. ഇനി ഇവിടെയാണ് ചോദ്യം വന്നിട്ടുള്ളത് അല്ലേ? ഇന്നൽ മുബദ്ദരീന കാനു ഇഖ്വാന ശയാത്തീൻ. തീർച്ചയായിട്ടും ഇസ്രാഫ് ചെയ്യുന്ന ആളുകൾ, അമിതവ്യയം ചെയ്യുന്ന ആളുകൾ പിശാചുക്കളുടെ സഹോദരന്മാരാണ്. അപ്പോൾ അനാവശ്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, പിന്നെ അനാവശ്യമായിട്ട് കാര്യങ്ങൾ വേസ്റ്റാക്കുന്ന ആളുകൾ ആരാണെന്നാണ് പറയുന്നത്? പിശാചിൻ്റെ സഹോദരന്മാരാണെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ചോദ്യം. ഇതിൻ്റെ ബാക്കി നോക്കാം. ഇന്നൽ മുബദ്ദരീന കാനു ഇഖ്വാന ഷയാത്തീൻ എന്നല്ല വേണ്ടത്, അതെവിടെയുള്ളത്? അതിവിടെ ഉണ്ട്, കണ്ട. ഇനി ഇത് രണ്ടും എന്താക്കണം, നമ്മൾ മാച്ച് ചെയ്ത് കൊടുക്കണം. ഇനി അടുത്തത് 3, അൽഹംദുലില്ലാഹില്ലദീ അത്അമന. അപ്പോൾ അത് പേജ് നമ്പർ 42 അതിനെക്കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നത്. ആ പാടെടുത്ത് നോക്കാം. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മര്യാദകളാണ് അല്ലേ? നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് നല്ല മര്യാദകൾ, റെസ്പെക്റ്റ്, ഭക്ഷണത്തിനോട് റെസ്പെക്റ്റ് വേണം, ഭക്ഷണം തന്ന ആൾക്കാരോട് റെസ്പെക്റ്റ് വേണം, കൂടെ നിന്ന് കഴിക്കുന്ന ആളുകളോട് റെസ്പെക്റ്റ് വേണം, ഒക്കെ വേണം. അതിനൊക്കെ പുറമെ ഭക്ഷണം നമുക്ക് നൽകിയ നമ്മുടെ അള്ളാഹു അല്ലേ? നമുക്കാരോ ഭക്ഷണം നൽകിയത്? അള്ളാഹു. ആ അള്ളാഹുവിനും നമ്മൾ എന്താക്കണം? റെസ്പെക്റ്റ് കൊടുക്കണം, മര്യാദകൾ കാണിക്കണം. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നല്ലോണം കഴുകണം, കയ്യും കഴുകണം, വായയും കഴുകണം. പിന്നെ ഭക്ഷണത്തിന് മുമ്പിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാൽ ഭക്ഷണം വായിൽ വെക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണം. പിന്നെ എന്ത് ചൊല്ലണം? ഭക്ഷണം കഴിഞ്ഞാൽ നമ്മളെന്താക്കണം? അതിനും ദിക്ർ ചൊല്ലണം. എന്താ? അള്ളാഹുവിന്, നമുക്ക് ഭക്ഷണം തന്നിട്ടുള്ള അള്ളാഹുവിന് നമ്മളെന്താക്കണം? താങ്ക്സ് പറയണം. ആ താങ്ക്സ് എങ്ങനെയാണ് പറയുക നമ്മളെ? അൽഹംദുലില്ലാഹില്ലദീ അത്അമന വസഖാന വജഅലന മുസ്ലിമീൻ. Praise be to Allah who has fed us and given us to drink and made us Muslims. ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയ, നമുക്ക് വെള്ളം കുടിക്കാൻ തന്നിട്ടുള്ള, ഞങ്ങളെ മുസ്ലിങ്ങളാക്കിയ അള്ളാഹുവിന് എല്ലാവിധ സ്തുതിയും എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ,
അപ്പോൾ അത് നോക്കാം, അതിൻ്റെ ബാക്കി എന്താണ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പകുതി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ അത്അമനാന്ന് ഇവിടുത്തെ വരെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി ഏതാ? വസഖാന വജഅലന മിനൽ മുസ്ലിമീൻ. അത് ഇവിടെ ഉണ്ടോ നോക്ക്, ഇവിടെ ഉണ്ടല്ലേ, ലാസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെന്താക്കണം, ഇങ്ങോട്ട് മാച്ച് ചെയ്യണം. ഇനി അടുത്തത് അല്ലാഹു മഫ്തഹ്ലി എന്നുള്ളതാണ്. അത് ഒരു ദിക്റാണ് അല്ലേ. പേജ് നമ്പർ 32 അത് വരുന്നത്. പേജ് നമ്പർ 32 എല്ലാവരും എടുത്ത് നോക്കിയേ. ഇതിൽ പള്ളിയിൽ കയറുന്ന ഒരാളെ ചിത്രം, പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന പുറത്തേക്ക് വരുന്ന ഒരാളെ ചിത്രം കാണാം. ഇപ്പോൾ പള്ളിയിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും എന്താണ് ശ്രദ്ധിക്കേണ്ടത്, എന്താണ് ചൊല്ലേണ്ടത് എന്നാണ് ഇവർ പഠിപ്പിക്കുന്നത്. നോക്കാം. പള്ളിയിൽ വലത് കാല് വെച്ചിട്ട് കയറണം. നമ്മൾ പള്ളിയിലേക്ക് കയറുന്ന സമയത്ത് വലത് കാല് വെച്ചിട്ട് കയറണം. ആ സമയത്ത് ഒരു ദിക്റും ചൊല്ലണം. അല്ലാഹു മഫ്തഹ്ലി അബ്വാബ റഹ്മതിക്, ഓ അല്ലാഹ് പ്ലീസ് ഓപ്പൺ ദ ഡോർ ഓഫ് മേഴ്സി. അപ്പോൾ നിൻ്റെ റഹ്മത്തിൻ്റെ, നിൻ്റെ കരുണയുടെ, ദയയുടെ, അനുഗ്രഹത്തിൻ്റെ വാതിൽ എനിക്ക് നീ തുറന്നു തരണേ, ഓപ്പൺ ചെയ്ത് തരണേ. ഇനി പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇടത് കാൽ വെച്ചിട്ട് ഇറങ്ങണം. ആ സമയത്ത് ഒരു ദിക്റും ചൊല്ലണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്, ഓ അല്ലാഹ് ഐ ആം ആസ്കിങ് യുവർ ഗ്രേസ്, നിൻ്റെ ഫളിൽ എന്ന് പറഞ്ഞാൽ ഔദാര്യം, ദയ, സ്നേഹം അല്ലേ. നിൻ്റെ ഫളിൽ ഞാൻ ചോദിക്കുന്നു, എനിക്ക് നിൻ്റെ ഫളിൽ തരണേ, നിൻ്റെ റഹ്മത്ത്, നിൻ്റെ അനുഗ്രഹം തരണേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പള്ളിയിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നമ്മൾ എന്താക്കണം, ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? അല്ലാഹു മഫ്തഹ്ലി ഉണ്ടല്ലേ, അല്ലാഹു മഫ്തഹ്ലി. അതിന് ബാക്കി അബ്വാബ റഹ്മതിക്. അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ അബ്വാബ റഹ്മതിക് എന്താ കണ്ടുപിടിക്കണം, ഫസ്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ ഇതെന്താക്കണം, അല്ലാഹു മഫ്തഹ്ലി അബ്വാബ റഹ്മത്തിൽ മാച്ച് ചെയ്യണം. ഇനി അവസാനത്തത് വതആവനു അലാ ഡാഷ് അല്ലേ. പേജ് നമ്പർ 52 അതിൻ്റെ പാഠം വരുന്നത്. ഇവിടെ ഒരുപാട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്, ഒരു മകൾ പാചകം ചെയ്യുന്ന ഒരു കുട്ടി, ഒരു മോന് വൃത്തിയാക്കുന്ന ഒരു കുട്ടി, കിച്ചണിൽ വെജിറ്റബിളും മറ്റും മുറിച്ച് വെക്കുന്ന ഒരു മോള് എന്താക്കുന്നത്, കിച്ചൺസിൽ പാത്രങ്ങളൊക്കെ സഹായിക്കുന്ന ഒരു കുട്ടി, ഗ്യാസ് അടുപ്പ് കത്തിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്, സഹായമാണ് അല്ലേ. നമ്മുടെ പേരൻസിന് ഈ മക്കളുടെ പേരൻസിന് ഇവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. ഈ മക്കൾ എന്താക്കണം, ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്ന ചിത്രമാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലും ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്ന ആളുകളുണ്ടാവും അല്ലേ. നമ്മുടെ ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. അവരൊക്കെ വീട്ടിൽ ചെറിയ ചെറിയ പണികളൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്താക്കണം, അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അവർ നിങ്ങൾക്ക് പറഞ്ഞാൽ അത് നമ്മൾ എന്താക്കണം, ചെയ്ത് കൊടുക്കണം. ആ സാധനം നിങ്ങൾ എടുത്ത് ഇത് നാടെ കൊണ്ടുപോയി കൊടുത്തേ എന്നൊക്കെ അവർ നമ്മളോട് പറയും. അതിപ്പോൾ നമ്മുടെ പേരൻസ് ആയാലും നമ്മുടെ ബ്രദേഴ്സ് ആയാലും സിസ്റ്റേഴ്സ് ആയാലും എല്ലാവരായാലും ആരായാലും നമ്മളവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. അതേപോലെ അവർ നമുക്ക് എന്താക്കണം, ഹെൽപ്പ് ചെയ്ത് തരണം അല്ലേ. നല്ല കാര്യങ്ങളാണെങ്കിൽ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നല്ല കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ അള്ളാഹു പറയുന്നതാണ് ഇവിടെ പറയുന്ന ആയത്ത്. വതആവനു, നിങ്ങൾ പരസ്പരം സഹായിക്കുക, അലൽ ബിർരി, നല്ല കാര്യങ്ങളിൽ, ഗുണകരമായിട്ടുള്ള കാര്യങ്ങളിൽ, ഉപകാരം കിട്ടുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങളെന്താക്കുക, നന്മയുള്ള കാര്യങ്ങളിൽ നിങ്ങളെന്താക്കണം, പരസ്പരം സഹായിക്കണം. പിന്നെ ഏത് കാര്യത്തിൽ, വത്തഖ്വാ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന കാര്യത്തിലും നിങ്ങൾ പരസ്പരം സഹായിക്കണം. അപ്പോൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ തെറ്റുകൾ കണ്ടാൽ പറയുക, അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുക, അങ്ങനെയാണ് സഹായിക്കുക. നന്മ കണ്ടാൽ അത് പ്രോത്സാഹിപ്പിക്കുക, നല്ലത് ചെയ്താൽ അതിനെന്താക്കുക, പിന്നെ റിവാർഡുകൾ കൊടുക്കുക. നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മുടെ മക്കളൊക്കെ നന്മകൾ കണ്ടാൽ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ബ്രദേഴ്സ്, നമ്മുടെ സിസ്റ്റേഴ്സൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കണ്ടാൽ അവർക്ക് എന്താക്കുക, റിവാർഡുകളും അവരവിടെ നല്ല കാര്യങ്ങളും പറയുകയും അവർക്ക് പ്രത്യേക സപ്പോർട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുക. ഇതൊക്കെയാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന തഖ്വയിൽ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന കാര്യത്തിൽ പരസ്പരം സഹായിക്കൽ. ബിർറ് എന്ന് പറഞ്ഞാൽ നല്ല കാര്യം ചെയ്യുന്നതിൽ പരസ്പരം സഹായിക്കുക. അപ്പോൾ തആവനു അലൽ ബിർരി വതഖ്വാ, നിങ്ങൾ പരസ്പരം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിലായാലും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിലായാലും നിങ്ങൾ എന്താക്കുക, പരസ്പരം സഹായിക്കുക. ഓക്കെ, അപ്പോൾ ഇതിന് ഉത്തരം നമുക്ക് നോക്കാം. വതആവനു അലാ ബിർരി വതഖ്വാ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചു വെച്ചാൽ കേട്ടോ മാച്ചപ്പ് ചെയ്യാൻ പറ്റുമോ ഇൻഷാ അല്ലാഹ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നുലാഹിലു വനഖ്താറു ഷാസ. അപ്പോൾ ഇവിടെ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, 5 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേത് ഓരോ കള്ളിയിലും 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ 4 ഓപ്ഷൻസിൽ 3 എണ്ണം ഒരേ ടീമും 1 പുറത്തുള്ളതായിരിക്കും. ആ പുറത്തുള്ളതിനെ കണ്ടുപിടിച്ചിട്ട് മാർക്ക് ചെയ്യുക. ഇവിടെ ഉദാഹരണം കൊടുത്ത് കാണാം. ഒന്നാമത്തെ ചോദ്യം ഇസ്രാഫീൽ അലൈഹിസ്സലാം, അതീദ് അലൈഹിസ്സലാം, ഇഞ്ചീൽ, മാലിക്. ഇതിൽ 3 എണ്ണം മലക്കാണ്. 3 പേരുകൾ മലക്കിൻ്റെ പേരാണ്. 1 കിതാബിൻ്റെ പേരും. ആ കിതാബിൻ്റെ പേര് കണ്ടുപിടിച്ചിട്ട് നമ്മളിവിടെ റൗണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇസ്രാഫീൽ അലൈഹിസ്സലാം മലക്കാണ്, അതീദ് അലൈഹിസ്സലാം മലക്കാണ്, മാലിക് അലൈഹിസ്സലാം മലക്കാണ്, ഇഞ്ചീൽ എന്നുള്ളത് കിതാബാണ്. ചിലപ്പോൾ ഈ നാളത്തെ ക്വസ്റ്റ്യനിൽ പിന്നെ നിങ്ങളുടെ ഈ വരുന്ന പരീക്ഷേൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നേരെ തിരിച്ചിട്ടായിരിക്കും. 3 കിതാബിൻ്റെ പേര് കൊടുക്കും, ഒരു മലക്കിൻ്റെ പേര് കൊടുക്കും. അപ്പം കിതാബിൻ്റെ പേരുള്ള ഭാഗങ്ങളും മലക്കിൻ്റെ പേരുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചേക്കണം. നമുക്ക് പേജ് നമ്പർ 14 മലക്കിൻ്റെ പേരുള്ള പാഠം പഠിക്കാം. അൽ ഈമാനു ബിൽ മലായിക, മലക്കുകളെ കൊണ്ട് വിശ്വസിക്കൽ. മലക്കുകളെ കൊണ്ട് വിശ്വസിക്കൽ നിർബന്ധമാണല്ലേ ഇൻഷാ അല്ലാഹ്. ഒരുപാട് മലക്കുകളുണ്ട് അള്ളാഹുവിന്.
അതിനെണ്ണം അള്ളാഹുക്ക് മാത്രം അറിയുള്ളൂ. എന്നാലും അതിന്ന് കുറച്ച് ആളുകൾ, പ്രധാനപ്പെട്ട കുറച്ച് ആളുകളുടെ പേര് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ കിതാബിൽ പഠിക്കുന്നത്. ഒന്ന് ജിബ്രീൽ അലൈഹിസ്സലാം, അല്ലേ, ഒന്നാമത്തെ ജിബ്രീൽ അലൈഹിസ്സലാം, പിന്നെ മീകായിൽ അലൈഹിസ്സലാം, പിന്നെ ഇസ്രാഫിൽ അലൈഹിസ്സലാം, പിന്നെ അസ്രായിൽ അലൈഹിസ്സലാം, മുൻകർ അലൈഹിസ്സലാം, നക്കീർ അലൈഹിസ്സലാം, റഖീബ് അലൈഹിസ്സലാം, അതീദ് അലൈഹിസ്സലാം, മാലിക് അലൈഹിസ്സലാം, ഇൽവാൻ അലൈഹിസ്സലാം. ഉണ്ടല്ലേ? ഇവിടെ മലക്കളെ കുറിച്ചിട്ട് ഒരു പാട്ടുണ്ട്, അല്ലേ? ആ പാട്ട് പാടി പഠിക്കണം കേട്ടോ. ഇനി ഇതിൽ വന്നിട്ടുള്ളത് കിതാബിനെ കുറിച്ചിട്ടല്ലേ, ഉണ്ടല്ലേ? ഇനി കിതാബിൻ്റെ പാഠം നോക്കി നോക്കാം നമുക്ക്. അൽ ഈമാനു ബിൽ കുത്തുബി, കിതാബുകളിൽ നമ്മൾ എന്താക്കണം? വിശ്വസിക്കണം. അള്ളാഹു നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ള കിതാബുകളെ കുറിച്ചിട്ട് നമ്മൾ എന്താക്കണം? വിശ്വസിക്കണം. അത് നോക്കാം നമുക്ക് ഏതൊക്കെ കിതാബുകളാണ്. ഒന്ന് നമ്മളൊക്കെ ഓതുന്ന, അല്ലേ, നമ്മൾ ഫാത്തിഹ ഓതുന്ന, നിസ്കാരത്തിൽ സൂറത്ത് ഓതുന്ന, അല്ലേ, നമ്മളെ കിതാബുകളിൽ പിന്നെ പഠിപ്പിക്കുന്ന ഇതുപോലുള്ള സൂറത്തുകളൊക്കെ എന്താണ് ഉള്ള കിതാബിൻ്റെ പേരാണ് അൽ ഖുർആനുൽ കരീം, ഖുർആൻ ഷരീഫ്. നമ്മളെ വീട്ടിൽ നമ്മൾ ഉമ്മയും ഉപ്പയും ഒക്കെ ഓതുന്നല്ലേ, ഉമ്മയും ഉപ്പയും ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ ഓതുന്നതാണ്. അപ്പോൾ ഈ ഖുർആനാണ് ഒരു കിതാബ്. വേറൊരു കിതാബ് ഏതാ? അൽ ഇഞ്ചീൽ എന്ന പേരുള്ള കിതാബ്. അത് പണ്ടുള്ളതാണ്, അതിപ്പോൾ ഇല്ല, അല്ലേ? മൂന്നാമത്തത് തൗറാത്ത് എന്ന കിതാബ്, അതും പണ്ടുള്ളതാണ്. നാലാമത്തത് സബൂർ, അതും പണ്ടുള്ളതാണ്. ഇതിലിപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഏത് മാത്രമാണ്? ഖുർആൻ മാത്രമാണ്. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഖുർആനൊക്കെ നല്ല രീതിയിൽ നമ്മൾ ഓതി പഠിക്കണം. ഖുർആൻ ഓതിയാലുള്ള ഗുണം ഏതാ? ഇവിടെ പറയുന്നുണ്ടാ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതണം. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ ഷഫീഅൻ ലിഅസ്ഹാബിഹി, കാരണം ഖിയാമത്ത് നാളിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട്, അല്ലേ, ആ ഖുർആൻ വരുന്നു. ഖുർആൻ ഓതുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഖുർആൻ ഖിയാമത്ത് നാളിൽ വരും. അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ പിന്നെ ശിക്ഷിക്കാൻ പാടില്ല, അവരെ രക്ഷിക്കണം എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ആര് വരും? ഖുർആൻ വരും. അതുകൊണ്ട് അങ്ങനെയൊക്കെ ആവണമെങ്കിൽ എന്താക്കണം? നമ്മൾ ഖുർആൻ നല്ലോണം ഓതി പഠിക്കണം. നിങ്ങൾ പഠിക്കലില്ലേ? ഖുർആൻ ഓതി പഠിക്കലുള്ള ആളുകൾ ഒന്ന് പറയണം കേട്ടോ. രണ്ടാമത്തത് സിബാഹ, റുകൂബ് ദറാജ, ഫറാസ, നിയ. ഇത് ഓരോന്ന് എന്താണെന്ന് മനസ്സിലാക്കിയാലേ ഇതിൽ ഒറ്റപ്പെട്ട ആളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പേജ് നമ്പർ 57 അതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ പേജ് നമ്പർ 57 ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാം. സിഹ എന്നാണ് ഈ പാഠഭാഗത്തിൻ്റെ പേര്, ആരോഗ്യം. അപ്പോൾ ആരോഗ്യം നന്നാക്കാൻ, അല്ലെ, ആരോഗ്യം നന്നായാലും നമുക്ക് നല്ല റാഹത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ. നമുക്ക് നല്ല പിന്നെ ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ, അല്ലേ? അപ്പോൾ ആരോഗ്യം നന്നാക്കാൻ ഒരുപാട് വഴിയുണ്ട്. നല്ല ഭക്ഷണം കഴിക്കുക, നല്ലോണം പിന്നെ എക്സസൈസൊക്കെ ചെയ്യുക, പരിശീലിക്കുക, പണിയെടുക്കുക, ഓക്കെ. അപ്പോൾ നമ്മുടെ ആരോഗ്യവും ബുദ്ധിശക്തിയും ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ ഇതുപോലുള്ള ചില കാര്യങ്ങൾ നമ്മൾ പരിശീലിക്കണം. അപ്പോൾ ചില പിന്നെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തത് കാണാം. ഒന്ന്, ഒരാൾ നീന്താണ്, സിബാഹ. രണ്ട്, അത് ഓടൽ. അപ്പോൾ കുറേ ആൾ ഓടുന്ന ചിത്രം കണ്ടില്ലേ? അപ്പോൾ അതിന് അത് എന്ന് പറയും, റണ്ണിങ്. അപ്പോൾ ഫുട്ബോൾ, അല്ലേ, ഫുട്ബോളിന് എന്താ നമ്മൾ പറയുക? കുറത്തുള്ള കഥം. ഇവിടെ സൈക്കിൾ ഓടിക്കുന്നു, എന്താ പറയുക? റുകൂബ് ദറാജ. ഇവിടെ ഒരാൾ ശരിക്കും ശ്രദ്ധിച്ചിട്ട് അമ്പ് ചെയ്യുന്നല്ലേ, അതിനെന്താ പറയുക? റിമായ. പിന്നെ ഒരാൾ ഒരു കുതിരനെ ഓടിക്കുന്നു, ഫറാസ് എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ സിഹയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ സിഹയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. സിബാഹ നീന്തൽ, റുകൂബ് ദറാജ സൈക്കിളോടം, ഫറാസ കുതിര ഓട്ടം, നീയത്ത് ഇതിലില്ല. അത് നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നീയത്ത്. അതുകൊണ്ട് ഈ നീയത്താണ് ഇതിൽ ഒറ്റപ്പെട്ടത്. ബാക്കിയെല്ലാം ആരോഗ്യം നന്നാക്കാനുള്ള ചില പരിശീലനങ്ങളാണ്. ഇനി മൂന്നാമത്തത് നോക്കാം. അൽ ഹജ്ജ്, അൽ നൗമ്, അസ്സൗമ്, അസ്സലാത്ത്. ഇത് പാഠം പിന്നെ നമ്മുടെ കിതാബിൽ പലയിടങ്ങളിലായിട്ട് ഇതിന് പോയിന്റുകൾ പറയുന്നുണ്ട്. ഇതിൽ 3 ഒരേ ടീമാണ്. അള്ളാഹുവിനെ ചെയ്യുന്ന ആരാധനയാണ്, ഇബാദത്താണ്, അല്ലേ? അതേതൊക്കെയാണ് ഇബാദത്ത്? ഹജ്ജ് അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഒരു ഇബാദത്താണ്. നൗമ് ഉറക്ക്, അത് നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. അസ്സൗമ് നോമ്പ് എന്ന് പറഞ്ഞാൽ നോമ്പല്ലേ? നോമ്പെടുക്കൽ അള്ളാഹുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ഇബാദത്താണ്. സലാത്ത് നിസ്കാരം, അത് അള്ളാഹുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ഇബാദത്താണ്. അപ്പോൾ ഇതിൽ 3 അള്ളാഹുക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ചെയ്യുന്ന ഇബാദത്താണ്. ഒന്ന് നമുക്ക് വേണ്ടിയിട്ട്, നമുക്ക് ശരീരം റാഹത്താൻ വേണ്ടിയിട്ട്, സുഖം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംഭവമാണ്, അല്ലേ? അതാണ് ഇത് ഉറക്ക്, നൗമ്. അപ്പോൾ ഇത് മാത്രം എന്താക്കുക? നമ്മൾ റൗണ്ട് ചെയ്യും. ഇനി 4, ഇതിൽ 3 സൂറത്താണ്, 1 വേറെയാണ്. അതാ നോക്കാം. അൽ ഫജ്ർ സൂറത്താണ്, ഒരു സൂറത്തിൻ്റെ പേരാണ്, അല്ലേ? അപ്പം അൽ ഇഫ്താർ എന്ന് പറഞ്ഞാൽ നോമ്പ് മുറിക്കുന്നതിനാണ് ഇഫ്താർ എന്ന് പറയുക. പിന്നെ ബയ്യന എന്ന് പറഞ്ഞാൽ ഒരു സൂറത്തിൻ്റെ പേരാണ്. ലൈൽ, അതും ഒരു സൂറത്തിൻ്റെ പേരാണ്. അപ്പോൾ ഫജ്ർ, ബയ്യന, ലൈൽ, ഇത് 3 സൂറത്തിൻ്റെ പേരാണ്. അൽ ഇഫ്താർ മാത്രമാണ് പിന്നെ പുറത്തുള്ളത്. 5 റുക്കൂ,
അല്ലേ? റുക്കൂഅ്, അത്തഹിയാത്ത്, ഖുനൂത്ത്, ദുആ. ഇതിൽ 3 നിസ്കാരത്തിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. ഒന്ന് നിസ്കാരം കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം. അതേതാ? നമുക്ക് കണ്ടുപിടിക്കാം. റുക്കൂഅ് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ ഉള്ളിലുള്ള കാര്യമാണല്ലേ? അത്തഹിയാത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ ഉള്ളിലുള്ള കാര്യമാണ്. ഖുനൂത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ ഉള്ളിലുള്ള കാര്യമാണ്. ദുആ നിസ്കാരം കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ ദുആ ആണ് ഇതിൻ്റെ പുറത്തുള്ള ആൾ, ഒറ്റപ്പെട്ടവൻ. അപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട എല്ലാവരും കണ്ടുപിടിച്ച് എല്ലാവർക്കും റൗണ്ട് ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പാഠങ്ങളൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ ഇതിവിടെ കഴിഞ്ഞു, റിട്ടൺ എക്സാം ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇഖ്തിബാറുൻ ഷഫഹിയാണ്. അതിൻ്റെ മോഡൽ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ചോദ്യം 4 മുതൽ ഇഖ്തിബാറുൻ ഷഫഹിയാണല്ലോ, ഓറൽ എക്സാം. അപ്പോൾ ഇതിൽ 4ാമത്തെ ചോദ്യം നോക്കാം. നതദക്കറു നഖൂലു, ഓർത്തെടുത്ത് ചൊല്ലിക്കൊടുക്കണം, കാണാതെ ചൊല്ലിക്കൊടുക്കണമെന്ന്. അത് 2 ക്വസ്റ്റ്യൻ ആണുള്ളത്. അൽ ഖുനൂത്ത്, 2 അദ്വാഉൽ ഇഫ്തിതാഹ്. ഇതിലേതെങ്കിലും ഒന്ന് മാത്രം എന്താക്കിയാൽ നമ്മൾ ടീച്ചർക്ക് ചൊല്ലിക്കൊടുത്താൽ മതി. ഇതാണ് കഴിഞ്ഞ വർഷത്തെ മോഡൽ. അപ്പോൾ ഖുനൂത്ത് ഒന്ന് നോക്കാം. നമ്മൾ ഉസ്താദിൻ്റെ കൂടെ എല്ലാവരും ഒന്ന് ഖുനൂത്ത് ചൊല്ലിയേ. പേജ് നമ്പർ 37 അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വഅഅഫിനി ഫീമൻ അഅഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത് വബാരിക് ലി ഫീമാ അഅതൈത് വഖിനി ശർറ മാ ഖളൈത് ഫഇന്നക തഖളി വലാ യുഖ്ലാ അലൈക് وإنه لا يذل من واليت ولا يعز من عاديت تباركت ربنا وتعاليت ولك الحمد على ما قضيت أستغفرك وأتوب إليك. മാഷാ അല്ലാഹ്. സാറിന് ഇവിടെ ചൊല്ലി, എല്ലാവരും ചൊല്ലിയ ആളുകൾ ഒന്ന് കൈബന്ധിക്കണേ. ഓക്കെ. രണ്ടാമത്തത് ദുആഉൽ ഇഫ്തിതാഹ്. നിസ്കാരത്തിൻ്റെ ആദ്യത്തിൽ അല്ലേ, നിസ്കാരത്തിൻ്റെ തുടക്കത്തിൽ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ഔദും ഫാത്തിഹയും ഒക്കെ ചൊല്ലുന്നതിന് മുമ്പ് നമ്മൾ ചൊല്ലേണ്ട ദുആ ആണ് വജ്ജഹത്തു. ഓക്കെ, ദുആഉൽ ഇഫ്തിതാഹ് പേജ് നമ്പർ 36 നമുക്ക് നോക്കാം. അത് ഉസ്താദിൻ്റെ കൂടെ ചൊല്ലാൻ റെഡി അല്ലേ? ബിസ്മില്ലാഹ്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്നസ് സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. ഓക്കെ അല്ലേ? മാഷാ അല്ലാഹ്. ചോദ്യം 5 നത്ലു വനസ്തഹ്സിനു, നല്ല രീതിയിൽ ഓതാം. ഇതൊക്കെ ഇവിടെ കാണാതെ ഓതണമെന്ന് പറഞ്ഞിട്ടില്ല, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ചോദ്യം 1 ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. പേജ് നമ്പർ 58 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആമന റസൂലിൻ്റെ 2ാമത്തെ ആയത്താണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത് റബ്ബനാ ലാ തുആഖിദ്നാ എന്ന് തുടങ്ങുന്ന ഈ ആയത്ത് എന്താക്കണം, നമ്മൾ കംപ്ലീറ്റ് ഓതി കൊടുക്കണം. കംപ്ലീറ്റ് ഓതി കൊടുക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് നോക്കിയിട്ട് കാണാതെ ഓതി കൊടുക്കണമെന്ന് ഇവിടെ പറയുന്നില്ല കേട്ടോ. ഇനി 2ാമത്തെ ചോദ്യം സൂറത്തുൽ ഫജ്ർ ആണ്. പേജ് നമ്പർ 53 സൂറത്തുൽ ഫജ്ർ ഉണ്ട്. ആ സൂറത്തുൽ ഫജ്ർ എന്താക്കാം, നല്ലോണം ഓതി പഠിക്കാം. പിന്നെ സൂറത്തുൽ ബയ്യിന ആദ്യത്തെ 5 ആയത്ത്, സൂറത്തുൽ ഫജ്ർ ആദ്യത്തെ 10 ആയത്താണ്. പിന്നെ പറയുന്നത് സൂറത്തുൽ ആദിയ, സൂറത്തുൽ ആദിയ പേജ് നമ്പർ 23 അടുത്തത് 6 നക്റവ നുക്മിലു, ഓതി പൂരിപ്പിച്ച് കൊടുക്കണം. ഇവിടെ കുറച്ച് ഒരു ഹദീസിൻ്റെ അല്ലെങ്കിൽ ഒരു ആയത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താക്കണം, അത് കംപ്ലീറ്റ് ആക്കിയിട്ട് ടീച്ചേഴ്സിന് ഓതി കൊടുക്കണം. 1ാമത്തെ ചോദ്യം നോക്കാം. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഅ്മിനിൽ മുഅ്മിനി ഡേഷ് ബഅള. അപ്പോൾ ഇവിടെ വിട്ടുപോയ ഭാഗം നമ്മൾ എന്താക്കണം, ചൊല്ലിക്കൊടുക്കണം. പേജ് നമ്പർ 59 ഇത് പറയുന്നത്. ഇവിടെ പറയുന്ന കണ്ടില്ലേ, അൽ മുഅ്മിനുലിൽ മുഅ്മിനി കൽ ബുനിയാനി യശുദ്ദു ബഅദുഹു ബഅള. ഇതാണ് നമ്മളവിടെ പൂരിപ്പിച്ച് കൊടുക്കേണ്ടത്. പിന്നെ 2ാമത്തെ ക്വസ്റ്റ്യൻ നവൈതു സൗമ ഡേഷ് തആല. പേജ് നമ്പർ 41 അതിനെ പറ്റിയിട്ട് പറയുന്നത്. നോമ്പിൻ്റെ പാടാണ്, നോമ്പിൻ്റെ നെയ്യത്തുകളൊക്കെ ആ പാടത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നോമ്പിൻ്റെ നെയ്യത്താണ്, അത് കംപ്ലീറ്റ് ആക്കി പറഞ്ഞു കൊടുക്കണം. അങ്ങനെയാണ് നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാൻ ഹാദിഹി സന ലില്ലാഹി തആല. ഓക്കെ, അങ്ങനെയാണ് അത് കംപ്ലീറ്റ് ആക്കേണ്ടത്. ഇനി അടുത്തത് ഒരു സൂറത്തിൻ്റെ ആയത്താണ്. ഏത് സൂറത്താണ്? സൂറത്തുൽ ഖദർ പേജ് നമ്പർ 39 തനസ്സലുൽ മലായിക്ക മുതൽ ഫജ്ർ വരെ നമ്മൾ ഓതി കൊടുക്കുക. നോക്കാം. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഈ ആയത്താണ് ഇവിടെ കൊടുത്തിട്ടുള്ള ചോദ്യത്തിൽ. അത് നമ്മൾ എന്താക്കണം, ഓതി കൊടുക്കണം. 4ാമത്തത് ആമന റസൂൽ ബിമാ പേജ് നമ്പർ 58 വരുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് വൈലൈക്കൽ മസീർ വരെ നമ്മൾ ഓതണം അല്ലേ, വൈലൈക്കൽ റബ്ബി അല്ലേ. ഇവിടുന്ന് മുതൽ ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി മുതൽ
വയിലേക്കൽ മസീർ വരെ നമ്മളെന്താക്കുക ഓതി കൊടുക്കുക, നല്ല ഓതി പഠിക്കുക. ഇനി അത് കഴിഞ്ഞ് അടുത്ത ക്വസ്റ്റ്യൻ അതും കാണാതെ പറഞ്ഞു കൊടുക്കാനുള്ളതാണ്. ക്വസ്റ്റ്യൻ 7 നെതുദക്കറു നഖൂലു ഓർത്തെടുത്ത് പറഞ്ഞു കൊടുക്കണം. ഓക്കെ. ഒന്നാമത്തത് മൻ സാമ റമളാന നോമിൻ്റെ പാഠത്തിലുള്ളതാ, പേജ് നമ്പർ 39. പേജ് നമ്പർ 39 ഇവിടെ കണ്ടില്ലേ, മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഇതാണ് നമ്മൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത്. മൻ സാമ റമളാന എന്നുള്ള പിന്നെ ആദ്യത്തെ ഭാഗം കുറച്ച് ഭാഗം കൊടുത്തിട്ടുള്ളൂ, ബാക്കി കംപ്ലീറ്റ് നമ്മൾ എന്താക്കണം പറഞ്ഞു കൊടുക്കണം. അതിന് ഇത് നമ്മൾ നല്ലോണം പഠിക്കണം. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അൽ ഹജ്ജുൽ മബ്റൂർ, പേജ് നമ്പർ 44 അത് ആ ഹദീസ് ഉള്ളത് അല്ലേ. ഇവിടെ കണ്ട അവസാന ഭാഗത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. അപ്പോൾ അത് നമ്മൾ പഠിച്ചിട്ട് ചൊല്ലിക്കൊടുക്കണം. പിന്നെ 3 ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഖംസൻ, പേജ് നമ്പർ 40 അതിനെപ്പറ്റി പറയുന്നത്. നോക്കാം അതെന്തൊക്കെയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഖംസൻ റദ്ദുസ്സലാം വഇയാദത്തുൽ മരീദ് വഇത്തിബാഉൽ ജനായിസ് വഇജാബത്ത് ദഅവ വതശ്മിയത്തുൽ ആതിസ്. ഈ 5 കടമകളാണ് മുസ്ലിങ്ങളുടെ കടമ. ഈ മുസ്ലിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ട 5 കടമകളെ പറ്റിയിട്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതെന്താക്കണം നമ്മൾ ഈ ക്വസ്റ്റ്യന് ഉത്തരമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഇനിയുള്ളത് പാട്ട് കാണാതെ പാടിക്കൊടുക്കലാണ്. ചോദ്യം 8 നതദക്കർ മനൻഷിതു ഓർത്തെടുത്ത് പാടിക്കൊടുക്കാം. ഇവിടെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്, ഏതെങ്കിലും ഒന്ന് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ലബ്ബൈക യാ അല്ലാഹ്, പേജ് നമ്പർ 46 അല്ലേ. ഈ പാട്ടാണത്. ലബ്ബൈക യാ അല്ലാഹ് ലബ്ബൈക യാ അല്ലാഹ്, അതിങ്ങനെയുള്ള ആ പാട്ടാണ് നമ്മൾ പാടിക്കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ 3 വരിയാണ് ഇതിൽ ചോദ്യത്തിലുള്ളത്. ആ 3 വരി നമ്മൾ എന്താക്കുക പാടിക്കൊടുക്കും. ഇനി റമളാനെ കുറിച്ചിട്ടുള്ള വേറൊരു പാട്ടാണ് അടുത്ത ചോദ്യം. യാ റമളാൻ യാ റമളാൻ എന്നുള്ളത് പേജ് നമ്പർ 41 അത് വരുന്നത്. അപ്പോൾ അതെന്താക്കാം, അതും ഇതിൽ പറഞ്ഞതുപോലെ അസ്ഹാറുൽ ഉമ്മ വരെ 3 വരി നമ്മളെന്താക്കണം പാടിക്കൊടുക്കണം. അപ്പോൾ ഇതാണ് IPS 2 ഒഹിബുൽ ഇസ്ലാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡൽ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത് ഏകദേശം ഒരു മോഡൽ മാത്രമാണ്. ഇതനുസരിച്ച് ഈ മോഡൽ അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകളൊക്കെ ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനനുസരിച്ചിട്ട് നമ്മുടെ മക്കൾക്ക് എന്താക്കുക പഠിപ്പിച്ചു കൊടുക്കുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മൾ കേട്ടതും അറിഞ്ഞതൊക്കെ സാലിഹായ മലായി സ്വീകരിക്കട്ടെ. ആമീൻ. റഹ്മതിക യാ റഹ്മാൻ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.